മണ്ഡലക്കാലമല്ലേ, അപ്പോൾ ചെറുകോലമ്പലത്തിൽ ദീപാരാധന തൊഴാമെന്ന് വിചാരിച്ചു. ഞങ്ങളെല്ലാവരും കൂടി പോയി കേട്ടോ. ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരുപാട് നാൾക്ക് ശേഷം കേട്ടോ ഒന്ന് പോകുന്നത്. പോകും തൊഴുതും ഇങ്ങനെ പോരും, രാവിലെ പോകും തൊഴും, അങ്ങനെയൊക്കെ. ദീപാരാധന തൊഴുതത് കുറേ നാൾക്ക് ശേഷം വല്ലാത്തൊരു എന്താ പറയുക സമാധാനവും ഒരു സന്തോഷമൊക്കെ തോന്നി കേട്ടോ. ഭഗവാന്റെ മുമ്പിൽ നമ്മളിങ്ങനെ നാമം ജപിച്ചൊക്കെ നിൽക്കുമ്പോൾ സാധാരണ തിരക്കൊക്കെ ഉണ്ടാവാറുള്ളതാണ്. പക്ഷെ ഇന്നെന്തോ വളരെ കുറവായിരുന്നു ആൾ. ഓരോരുത്തരുടെ വകയായിട്ടുള്ള ചെറുപ്പം നടക്കല്ലേ, പൂജയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അച്ചു സാന്ദ്ര എൻ്റെ മണ്ടയ്ക്ക് കയറി അങ്ങിരുന്നു. റെസ്റ്റ് എടുക്കുകയാണ് അവർ. ദീപാരാധന കഴിഞ്ഞിട്ട് പിന്നെ കണ്ടോ നല്ല വെടിക്കെട്ടുണ്ടായിരുന്നു. ആരാണോ വഴിപാടുകാർ അവരുടെ വകയായിട്ട് ഇവർ ഇങ്ങനെ വെടിക്കെട്ട് നടത്തുന്നത്. നല്ല രസമായിരുന്നു. അത് കണ്ടുകൊണ്ട് കുറച്ച് നേരം നിന്നു. പാവം ഒരു കുഞ്ഞ് അവിടെ ഇരുന്ന് വലിയതായി കരയുന്നുണ്ടായിരുന്നു കേട്ടോ, പേടിച്ചിട്ടേ. അയ്യോ കഷ്ടമുണ്ട്. കരിമരുന്ന് പ്രയോഗം ഇല്ലേ, ഇങ്ങനെ നോക്കി നിൽക്കാൻ കുറേ നേരം. ആകാശത്ത് പൂത്തിരി കത്തിച്ച പോലെ അല്ലേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇങ്ങ് ഇറങ്ങി. തിരുമേനി മാർഗ്ഗം നിൽപ്പുണ്ടായിരുന്നു. അത് സൈഡിൽ കൂടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങ് ഇറങ്ങി. അമ്പലത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ ഇതുപോലെ ഇത്തിരി നേരം ഒന്നിരിക്കണം എന്നുണ്ട്, ഒരു ചടങ്ങ്. അത് കഴിഞ്ഞ് പുറത്ത് വലം വയ്ക്കാൻ ഇറങ്ങി ഇങ്ങ് പോന്നു.